ഡീലോക്കലൈസേഷൻ യൂഷ്വലി ഇമാജിൻ ചെയ്യാൻ പാടാണ്. സോ ദർ ഇസ് എ സിമ്പിൾ ട്രിക്ക് ടു ഇറ്റ്. നമ്മളൊരു സർക്കിൾ ഓഫ് കുട്ടികളെ കൊണ്ടുവരുത്തി അവർക്ക് എല്ലാവർക്കും ഓരോ ക്രയോൺസ് വീതം കൊടുത്തു. പേപ്പറും ഓരോ പേപ്പർ വെച്ച് കൊടുത്തു. ആൻഡ് അവരോട് പടം വരച്ചോളാൻ പറഞ്ഞു. യൂഷ്വലി ഒരാൾ പടം വരയ്ക്കാൻ പറഞ്ഞാൽ സ്വന്തം പേപ്പർ എടുത്ത് സ്വന്തം ക്രയോൺ കൊണ്ടാണ് വരയ്ക്കുക. സോ അടുത്തിരിക്കുന്നൊരു കുട്ടി പറഞ്ഞു, ഇൻസ്റ്റഡ് ഓഫ് യൂസിങ് മൈ ഓൺ പേപ്പർ ആൻഡ് മൈ ഓൺ ക്രയോൺ, എൻ്റെ പേപ്പർ എൻ്റെ ക്രയോൺ കൊണ്ട് മാത്രം വരയ്ക്കണതിന് നല്ലത് നമുക്ക് ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും യൂസ് ചെയ്ത് ഒരു പടം വരയ്ക്കാം. അതായത് എനിക്ക് എല്ലാ ക്രയോൺസ് യൂസ് ചെയ്യാനും പറ്റും, അവർക്കെല്ലാവർക്കും എല്ലാ ക്രയോൺസ് യൂസ് ചെയ്യാൻ പറ്റും, പടം വരയ്ക്കാനും പറ്റും. ആൻഡ് ഇറ്റ് വിൽ ബി ഹാപ്പി. സോ സെയിം പ്രൊസീജിയറാണ് ഡീലോക്കലൈസേഷനും നടന്നത്. അതിലെ കുട്ടികൾ അതാണ് കാർബൺ ആറ്റം. സോ ഈ കാർബൺ ആറ്റത്തിന് എല്ലാവർക്കും പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ പൈ ഇലക്ട്രോൺസ് സ്വന്തമായി യൂസ് ചെയ്യുന്നതിന് പകരം ഷെയർ ചെയ്ത് ആ റിങ് മൊത്തം ആയിരിക്കുന്ന എല്ലാ കുട്ടികളും എല്ലാ കാർബൺ ആറ്റവും പൈ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. സോ ആ റിങ്ങിലേക്ക് മൊത്തം അത് ഷെയർ ചെയ്ത് എത്തും. That's it. That's called delocalization. സോ ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ആരും ക്രയോൺസിന് വേണ്ടി തല്ലൂടില്ല. മോർ ലൈക്ലി ആരും ഇലക്ട്രോൺസിന് വേണ്ടി തല്ലൂടില്ല. 2, എല്ലാവർക്കും സെയിം എനർജി ആയിരിക്കും. 3, എല്ലാം വെരി ബാലൻസ്ഡ് ആയിട്ടായിരിക്കും പോവുക. ബിക്കോസ് ഒരാളുടെ വരച്ച് കഴിഞ്ഞ് അടുത്ത ആൾ കൊടുക്കുന്നു, അടുത്ത ആൾ വരയ്ക്കുന്നു. Just like we wanted. 3